ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തായി എല്ലാവർക്കും സുഖമല്ല? അങ്ങനെ രാവിലെ എന്നെ ഉറങ്ങി എണിക്കുമ്പോൾ നമ്മൾ ബിഷർ ചെക്കൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ല, ഏകദേശം ഒരു ഉച്ച ആയിട്ടാ. അങ്ങനെ അവനെ കളിപ്പിക്കുന്നതിനിടയ്ക്ക് ബാബി വന്നിട്ട് പറഞ്ഞു, ഫുഡ് റെഡി. വേറെ പണിയൊന്നുമില്ലല്ലോ, ബാബിന്റെ ഫുഡ് അടിക്കാ കിടന്നുറങ്ങാം. അങ്ങനെ നല്ല ചോറും ഞണ്ട് പൊരിച്ചതെല്ലാം ഉണ്ടായിട്ടാ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അച്ചു വിളിക്കുന്നത്, നമുക്ക് എന്റെ ഷോപ്പിലേക്ക് പോയിട്ട് വരാൻ. ഇതാണ് നമ്മളെ അച്ചു പച്ച. അവന്റെ മംഗലാന്നിട്ട് അടുത്ത മാസം. അപ്പോൾ ഫുള്ള് പൈസ ആക്കുന്ന തിരക്കിലുള്ളത്. ഓന് കുറെ പൈസന്റെ കഥയും മംഗലത്തിന്റെ കഥയെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട്. മംഗലം കഴിക്കാതെ ഞമ്മക്ക് എന്ത് മംഗലത്തിന്റെ കഥ. അങ്ങനെ ഓന്റെ കഥ കേട്ടിട്ട് ഞമ്മക്ക് ബെൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് RSC എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു കളി ഉണ്ടായിരുന്നു. അതായത് ഉസ്താമാർ ഫുട്ബോൾ. അടുത്ത മെയിൻ നിബന്ധന എന്താ ഉണ്ടായത്? അടുത്ത മെയിൻ നിബന്ധന ട്രൗസർ മാത്രം ഇട്ടിട്ട് കളിച്ചൂടെ, പാന്റ് ഇടണം. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ കളിക്ക് പോയിട്ട് പള്ളി കെട്ട് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഷാർജിലുള്ള സെലൂസ് കഫേയിൽ ഫുഡ് കഴിക്കാൻ പോയി. ഫസ്റ്റ് എന്നെ ആടുന്ന ഒരു സൂപ്പ് തോന്നി. ഞാൻ അവനോട് ചോദിച്ചത് എന്താ പാത്രം കയ്യ വെള്ളം എന്ന് വെച്ചിട്ട് ആ സൂപ്പിന് നേരെ എനിക്ക് എന്നെ തിരിച്ചു കൊടുത്തു. ഇതാണ് നമ്മൾ ചെക്കൻ അബ്ദുള്ള. ആടുന്ന നല്ല മലായ് ചിക്കനും അതുപോലെ തന്നെ ഡൈനാമൈറ്റ് ചിക്കനും ഓർഡർ ആക്കി. മലായ് ചിക്കനും മാഷാഅല്ലാ പാങ്ങുണ്ട്, കല്ല് ഇഷ്ടപ്പെട്ടു. ഡൈനാമൈറ്റ് ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നല്ല തുന്നയിൽ ആർക്കും വലിയ പാങ്ങായിട്ടില്ല. അങ്ങനെ ആടുന്നുണ്ട് അച്ചുവിന്റെ മംഗലത്തിന്റെ കഥ ഓന് പിന്നെയും പറയും. അങ്ങനെ അത് കേട്ട് ലാസ്റ്റ് തുന്നിട്ട് കഴിഞ്ഞു. ഓന് മാത്രമേ വലിയ മംഗലം കഴിക്കാൻ പോന്നെ. അപ്പൊ ഇൻഷാ അല്ലാ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.